എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലടപ്പം മനസ്സിലായി കാണും. അതായത് കുക്കുംബർ നമ്മൾ ഡെയിലി റുട്ടീനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, അതായത് നമ്മുടെ ബോഡിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെള്ളം എന്തോ ഒരു അത്യാവശ്യം എന്നുള്ളത്. അതായത് നമ്മൾ എത്രയധികം വെള്ളം കുടിക്കുന്നു അത് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കുംബർ എന്ന് പറയാൻ നമുക്ക് മാർക്കറ്റ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. വളരെ ചീപ്പും ആണ് കേട്ടോ. ഇപ്പോൾ യു എയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ ഫുഡിൽ അതായത് നമ്മുടെ ഡയറ്റിൽ നമ്മൾ എന്താ പറയുക, ഇതും കുക്കുംബറും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. എന്നാൽ നമ്മളിൽ പലരും ഇതൊന്നും എന്താ പറയുക അത്ര നമ്മൾ അധികം യൂസ് ഒന്നും ചെയ്യാറൊന്നുമില്ല. കുക്കുംബറിൽ 90 to 95% വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം നമ്മൾ കുക്കുംബർ കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറുക മാത്രമല്ല നമുക്കത് ദാഹവും കൂടി ഇല്ലാതാക്കും കേട്ടോ. അത്രയധികം വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുക്കുംബർ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ മെറ്റാബോളിസം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ നമ്മൾ ഒത്തിരി സഹായിക്കുന്നതാട്ടോ കുക്കുംബർ. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കുക്കുംബറിൽ ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. ഇതിനകത്ത് കലോറി വളരെ കുറവാണെങ്കിലും ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ് കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുക്കുംബർ അതിനകത്ത് ഒത്തിരി വൈറ്റമിൻസും അതുപോലെ തന്നെ ഒത്തിരി ഫൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വൈറ്റമിൻ സി, കെ ആൻഡ് ബി, പ്രോട്ടീന്, കാർബ്സ്, ഫൈബേഴ്സ് അതുപോലെ തന്നെ അയൺ, മഗ്നീഷ്യം, പൊട്ടാഷ്യം ഇതൊക്കെ അടങ്ങിയ ഒരു വെജിറ്റബിൾ ആട്ടോ നമ്മുടെ കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പോൾ കുക്കുംബർ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്കത് സാലഡ്സ് ആയിട്ട്, അതായത് നമ്മൾ ക്യാരറ്റിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം, അതായത് ക്യാരറ്റ്സോ അല്ലെങ്കിൽ ടൊമാറ്റോ, ഓണിയൻ ഇതൊക്കെ നമ്മൾ കുക്കുംബറൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് സാലഡ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് ഒന്നും കൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഈ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, അതായത് ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത്, ഹാലറ്റോസിസ്. അപ്പോൾ നമ്മൾ കുക്കുംബർ കഴിക്കുമ്പോൾ, അതായത് ചെറിയൊരു കുക്കുംബർ കഴിക്കുമ്പോൾ ഒരു 40 seconds കഴിയുമ്പോൾ തന്നെ നമ്മുടെ വായിലുണ്ടാവുന്ന ബാഡ് ബ്രെത്ത് ഡിക്രീസ് ചെയ്യാൻ, അതായത് ഏത് ബാക്ടീരിയയാണോ നമുക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടാക്കുന്നത് ആ ബാക്ടീരിയനെ റിമൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ കുക്കുംബറുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഇത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലുള്ള കുറേ പ്രോബ്ലംസ്, ഡൈജഷൻ സംബന്ധമായ കുറേ പ്രോബ്ലംസ് ഒക്കെ അതിനും എന്താ പറയുക കുറയ്ക്കാനായിട്ട് നമ്മുടെ കുക്കുംബർ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കുക്കുംബർ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ബോഡി വെയിറ്റ് കുറയാനായിട്ട് സഹായിക്കുന്നതാട്ടോ കുക്കുംബർ. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ഷുഗർ ഡിക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈയും ലോവുമായിട്ടുള്ള നമ്മുടെ പ്രഷർ ഡിക്രീസ് ചെയ്യാനും നമ്മുടെ കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോളൊക്കെ ഡിക്രീസ് ചെയ്യാനൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ കുക്കുംബർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുക്കുംബറിലെ ബയോട്ടിൻ B1, B5, B7% ആട്ടോ. അപ്പോൾ ഈ ബയോട്ടിന് നമ്മുടെ ആൻസൈറ്റിയും സ്ട്രെസ്സൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട്, അപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആൻസൈറ്റിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മുടെ കുക്കുംബർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുക്കുംബറിൽ ഒത്തിരി സിലിക്കോൺ ഉണ്ട്. അപ്പോൾ സിലിക്കോൺ എന്ന് പറയുന്നത് ഈ സിലിക്കൺ നമ്മുടെ എന്താ പറയുക സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ കുക്കുംബർ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടി നല്ല ഹെൽത്തി ആവാനായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് സൾഫർ കണ്ടന്റ് പ്രസന്റ് ആണ്. അപ്പോൾ ഈ സൾഫർ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി എന്താ പറയുക ഹെയർ നല്ല തിക്കായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കുക്കുംബർ കഴിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കൂടി ഇത് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നെയിൽസൊക്കെ നന്നായിട്ട് വളരാനും, അപ്പോൾ എന്താ പറയുക ഹെയർ, ഫേസ് അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് ഇതൊക്കെ നമ്മൾ പെൺകുട്ടികൾക്ക് ഏറ്റവും നമ്മൾ എന്താ പറയുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാട്ടോ. അപ്പോൾ ഇതൊക്കെ മൂന്നും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കുക്കുംബർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുക്കുംബറിൽ ഒത്തിരി ആന്റി ഓക്സിഡൻസ് പ്രസന്റ് ആണ്. അതായത് ആന്റി ഓക്സിഡൻസ്, ടാനിൻ അതുപോലെ തന്നെ ഫ്ലവനോട്സ് എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ കുക്കുംബറിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന
ഹാംഫുൾ ആയിട്ടുള്ള റാഡിക്കൽസിനെയൊക്കെ പ്രിവെന്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ക്രോണിക് വലിയ വലിയ അസുഖങ്ങളൊക്കെ തടയാനായിട്ട് നമ്മുടെ കുക്കുംബേഴ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് വലിയ വലിയ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഡെയിലി ഇത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് 30 ദിവസം നമ്മൾ ഡെയിലി ആയിട്ട് കുക്കുംബർ, അതായത് ഒരു കുക്കുംബർ നമ്മൾ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആന്റി ഓക്സിഡൻസിനെ അത് വളരെയധികം, അതിന്റെ ആക്ടിവിറ്റിനെ വളരെയധികം നമ്മുടെ ബോഡിയിൽ അത് കൂട്ടാനായിട്ട് സഹായിക്കുന്നു എന്ന് ഒരു പഠനത്തിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പൊട്ടാസ്യം നമ്മുടെ കുക്കുംബറിൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ കുക്കുംബർ സഹായിക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു സ്മോൾ ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ്. അതായത് നമ്മളിപ്പോൾ കുക്കുംബർ നമ്മൾ സാലഡ്സിനൊക്കെ യൂസ് ചെയ്ത് ബാക്കി വരുന്ന കുക്കുംബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കുക്കുംബർ നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് നമ്മുടെ പോർസ് ഒക്കെ ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ടോണറായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പോർസ് ഒക്കെ ടൈറ്റ് ചെയ്യാനായിട്ട് കുക്കുംബർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുക്കുംബറിന്റെ പീസ് എടുത്തിട്ട് നമ്മളത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ സ്കിന്ന് പീൽ ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ തന്നെ നമുക്ക് എടുക്കാം. അത് നമ്മളൊരു ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്കതൊരു ചെറിയൊരു ജ്യൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വെറുതെ, അതായത് നമ്മൾ, ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, നമ്മൾ എന്തൊരു സ്കിൻ കെയർ ചെയ്യുമ്പോഴും നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് വെച്ചിട്ട്, ഏത് ഫേസ് വാഷാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് വെച്ച് നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക. അതിനുശേഷം കുറച്ചെടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചില ആളുകൾക്ക് എന്താ പറയുക, നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഇടാൻ, ഫേസ് പാക്ക് എടുക്കുമ്പോൾ അത് ഒത്തിരി കട്ടിയായിരിക്കുമല്ലോ നമ്മൾ എന്താണ് മിക്സ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കുറച്ച് കട്ടിയാകുമ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ അത്ര ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഈ കുക്കുംബർ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഒരു ജ്യൂസിന്റെ പോലെ ആയിരിക്കും. വാട്ടർ കൺസിസ്റ്റൻസി ആവില്ല, ജസ്റ്റ് ഒരു സെമി ലിക്വിഡ് പോലെ ആയിരിക്കും. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഒന്നും ഇട്ടതുപോലെ നമുക്ക് തോന്നില്ല. ഒരു 5 to 10 minutes കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും നമുക്കത് കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്യണവർക്ക് വാഷ് ഓഫ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സ്കിൻസിലെ പോഴ്സിനെയൊക്കെ ടൈറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് ഒരു ബ്രൈറ്റനിങ് തരാനായിട്ടും ഈ നമുക്ക് ഈ കുക്കുംബർ ജ്യൂസ് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്ത കുക്കുംബർ ജ്യൂസ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1 വീക്കോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതായത് ഒരു കേടുതന്നെ ഉണ്ടാവില്ല. നമുക്കൊരു ചെറിയൊരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 1 വീക്കോളം നമുക്ക് മോർണിംഗും ഈവനിങ്ങും, അതായത് മോർണിംഗും നൈറ്റും നമുക്ക് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കുക്കുംബർ നമ്മുടെ കണ്ണിന് ചുറ്റുള്ള പഫിനെസ്സും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, അതായത് ഡാർക്ക്നെസ് ഒക്കെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവില്ലേ, ഡാർക്ക് സർക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ കുക്കുംബർ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്ന മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സ്ട്രെസ് ഒക്കെ ഉണ്ടാവുക, അതുപോലെ തന്നെ രാത്രി ഉറക്കക്കുറവുണ്ടാവുക, അതുപോലെ ഒത്തിരി നേരം മൊബൈലും ലാപ്ടോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ കണ്ണിൻ്റെ അടിയിൽ ചുറ്റും ഈ കറുപ്പ് വരുന്നത്. അത് മാത്രമല്ല, ഇതൊന്നും അല്ലാതെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ, അതായത് ഈ കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ കറുപ്പ് വരുന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കുംബർ ജ്യൂസ്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ കുക്കുംബർ ജ്യൂസ് നമ്മൾ കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ മുകളിലും അടിയിലൊക്കെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ 5 to 10 minutes ആയി നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാട്ടോ. അപ്പോൾ കുക്കുംബറിൽ ഒത്തിരി വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പഫിനെസ്സും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമുക്ക് ചെറിയ ഒരു കോട്ടനോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ കോട്ടൺ പാഡ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ കോട്ടൺ പാഡ്സ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് കണ്ണിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എളുപ്പമായിരിക്കും. നമുക്കത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. എന്നിട്ട് ഒരു സർക്കുലർ മോഷനിലൊക്കെ നമ്മൾ ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യുന്നതാട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് പല ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട്, അതായത് എന്താ പറയുക, മടിയുള്ളവർക്ക്, നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഇടാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ സമയമില്ലാത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന, അതായത് ഒരാഴ്ചയോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോൾ ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്കിത് മാത്രമല്ല, നമുക്ക് കുക്കുംബർ ജ്യൂസ് യൂസ് ചെയ്തിട്ട് പല ടൈപ്പിലുള്ള ഫേസ് പാക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിലൂടെ കാണാം.
അതുവരെ എല്ലാവർക്കും ബൈ.